വെൽക്കം ടു മൈ ചാനൽ. ഞാനും എൻ്റെ സംഭവം. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കി. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു വെറൈറ്റി കേക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ടീ ടൈമിൽ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണത്. എന്താണ് നിങ്ങൾക്കറിയാമോ? ആ കേക്കിൻ്റെ പേരാണ് മാർബിൾ കേക്ക്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ മാർബിൾ കേക്ക്. നമുക്ക് ടീ ടൈമിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മാർബിൾ കേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടീ ടൈമിൽ ഒരു 4 മണി സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ആ കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാർബിൾ കേക്കാണ്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് മെഷറിംഗ് കപ്പായിട്ട് ഇതാ ഈ ഗ്ലാസ്സാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഗ്ലാസ്സോ മെഷറിംഗ് കപ്പോ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഇതിനായിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ എടുക്കുക. അപ്പോൾ നമുക്കത് ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ടതിന് ശേഷം നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ള ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ബേക്കിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യാം. ഇത്തിരി ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തേ ബാലൻസ് ആവാൻ ഞാനിവിടെ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി അരിക്കാം. നക്ക നല്ല രസമാണ് കേട്ടോ. ഈ കട്ട കിടക്കുന്നത് നമുക്കിത് കൊണ്ട് കുത്തി പൊട്ടിക്കാം. നമുക്ക് 2-3 പ്രാവശ്യം വൃത്തിയായി അടിച്ചെടുക്കാം. നല്ല രസമാണ് കേട്ടോ. നമ്മുടെ മിക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി 3 മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. കണ്ടോ, ഞങ്ങളുടെ ബീറ്ററൊക്കെ ഉണ്ട്. അപ്പം ഇത് ആമസോണിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ്. ഭയങ്കര വില കുറച്ചാണ് അവർ തരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുട്ടയെല്ലാം അങ്ങ് പൊട്ടിച്ചങ്ങ് ഒഴിക്കാം. എനിക്ക് ബീറ്റ് ചെയ്യുന്ന ആരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അടുത്ത മുട്ട പൊട്ടിക്കാവേ. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള മുട്ടയാണ്. ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും ചേർക്കാം. ഈ മുട്ടയുടെ ചുവ അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. 1 കപ്പ് പഞ്ചസാര നമുക്ക് മിക്സിയുടെ ജാലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാം. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാൻ തല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടുള്ള മിക്സിയാണ് നിങ്ങളുടെ. നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ തന്നെ പഞ്ചസാര പൊടിച്ചെടുത്തതും കൂടി ഇട്ട് ബീറ്റ് ചെയ്യണേ. കുറച്ചായിട്ട് ഇട്ടാൽ മതി. നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് നമ്മുടെ അടച്ചു വെച്ചേക്കുന്ന പൊടി അങ്ങ് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അമ്മ അതേ കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പൊടി. കെട്ടാണോ നോക്കണം കേട്ടോ. നമ്മളിത് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സ് ഒന്ന് കട്ടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 1/2 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു.
നമ്മുടെ ബാറ്റർ ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളിവിടെ 2 സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. കൊക്കോ പൗഡറാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ബാറ്റർ ഇവിടെ റെഡിയായി. സെക്കൻഡ് ബാറ്റർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൊക്കോ പൗഡർ അരിച്ചെടുക്കാം. മാർബിൾ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാറ്റർ ഇതിൽ നിന്നും ഇച്ചിരി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. കേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ അരിച്ച് ചേർക്കാം. ഞാനിവിടെ 2 സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 സ്പൂണോ 1.5 സ്പൂണോ അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നിങ്ങൾക്ക് കൊക്കോ പൗഡർ ചേർക്കാനായിട്ട് സാധിക്കും. കാണാം, നമ്മുടെ ബാറ്റർ കട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിതിലേക്ക് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസായിട്ട് കിട്ടും. ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അപ്പോൾ ഇത് നമ്മളൊരു ചരുവാണ് ഇതെന്ന് പറയുന്നത്. ഈ ചരുവത്തിലോട്ട് ഒരു റിങ് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ മിക്സ് ഒരു പാത്രത്തിലാക്കി ഇതിൻ്റെ അകത്തോട്ട് വെക്കുകയാണ് ചെയ്യാൻ പോണേ. നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ എണ്ണ തൂത്ത് എടുത്തിട്ടുണ്ട്. ബാറ്റർ ഇതിലേക്ക് ഒഴിക്കാം. ഓക്കെ, ആദ്യമേ 1 സ്പൂൺ നമ്മുടെ വെള്ള ബാറ്റർ നമുക്ക് ഒഴിക്കാം. 1 സ്പൂണ്, 2 സ്പൂൺ കേട്ടോ, സോറി. എന്നിട്ട് നമ്മുടെ ബ്ലാക്ക് ബാറ്ററും കൂടി, ചോക്ലേറ്റ് ബാറ്റർ ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡറിൻ്റെ മുകളിലോട്ട്. പിന്നെ നമ്മുടെ ബാറ്റർ, വെള്ള ബാറ്റർ ഇട്ട് കൊടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് ബാറ്റർ, പിന്നെ നമ്മുടെ വെള്ള ബാറ്റർ അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ 2 രീതിയിൽ ഒഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു കമ്പ് കൊണ്ട് നമുക്കതൊന്ന് മേലൊരു ഡിസൈനൊക്കെയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡിസൈൻ കണ്ടോ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ നമ്മുടെ ഡിസൈൻ? കിടുക്കാണ് നമ്മുടെ ഡിസൈൻ. അപ്പോൾ നമ്മുടെ ബാറ്റർ നമ്മൾ ഓവൻ സെറ്റപ്പിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 3/4 മണിക്കൂറെങ്കിലും ബേക്ക് ചെയ്യാനായിട്ട് എടുക്കും. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളത് തുറന്നിട്ട് ഒരു ഇർക്കിൽ കൊണ്ട് കുത്തി നോക്കണം അത് ബേക്കായോ എന്ന് അറിയാനായിട്ട്. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഡിസൈനൊക്കെ നിങ്ങൾ കണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, കേക്ക് മുറിക്കാനായിട്ട് പോവാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. പെട്ടെന്ന് മുറിക്കാനൊക്കെ പറ്റുന്നുണ്ട്. തമ്പിയുടെ വാഴ എടുത്തിട്ട് തമ്പി എനിക്ക് അറിഞ്ഞു മുറിഞ്ഞിട്ട് മുറിക്കണ്ട, ഒക്കെ മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു തമ്പി കുഞ്ഞിൻ്റെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടോ? ഇതാണ് നമ്മുടെ മാർബിൾ കേക്ക്. കണ്ടോ? അകത്തും പുറത്തോട്ടുള്ള ഡിസൈനൊക്കെ നിങ്ങൾ കണ്ടോ? കൂടാതെ ഇത് വളരെ സോഫ്റ്റ് ആണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്.
കടിച്ച് കൊള്ളാമോ പാറു? നമ്മുടെ പാറൂട്ടിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ ടേസ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നല്ല ഡിസൈനും ആണ് ഇതിൻ്റെ. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളത് ഉണ്ടാക്കി നോക്കി നല്ലതായിരുന്നു കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി മാർബിൾ കേക്കിൻ്റെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ. ഇഷ്ടപ്പെടാമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം. അധികം ബൈ, ടേക്ക് കെയർ.